ഫുൾ എനർജിയോട് കൂടി നമ്മൾ രണ്ടാമത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് ഈവനിങ്ങിൻ്റെ ഉള്ളിൽ നമുക്ക് 3 സ്ഥലങ്ങളെ മെയിനായിട്ട് കവർ ചെയ്യേണ്ടത്. മർദക്ക സ്ക്വയർ, സെൻട്രൽ മാർക്കറ്റ്, പെത്തലിംഗ് സ്ട്രീറ്റ്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡും മുട്ടയായിട്ട് ഞങ്ങൾ അപ്പാർട്ട്മെൻറ്റിനെ സെറ്റ് ചെയ്തു. ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ പറയാൻ വിട്ട വേറെ കാര്യം ഉണ്ടായിരുന്നു, MDAC. മലേഷ്യ വരുന്നതിനെക്കാട്ടും മുന്നേ 3 days മുന്നേ നമ്മൾ ഈ MDAC ഫില്ല് ചെയ്യണം. അതും ബേസിക് ഡാറ്റ വെച്ച് മാത്രം ഫില്ല് ചെയ്യാം. നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് ഫില്ല് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ ഇവിടെ ഞാൻ കുറേ വെറൈറ്റി ഓഫ് കാർസ് കണ്ടിരുന്നു. അത് നമ്മുടെ നാട്ടിലില്ലാത്ത കുറേ ബ്രാൻഡും അതിൻ്റെ കുറേ മോഡൽസുകളും. പിന്നെ മോർണിംഗ് ആയതുകൊണ്ടും നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ടും സ്ട്രീറ്റിലോട്ട് ഇങ്ങനെ നടക്കാൻ നല്ല രസമായിരുന്നു. കുറേ ടൂറിസ്റ്റേഴ്സ് ഈ ഹോപ്പ് ബസ് ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ ബെനിഫിറ്റ് എന്താ വെച്ചാൽ ഇത് കുറേ ഡെസ്റ്റിനേഷനിൽ നമ്മളെ കൊണ്ടുപോകും. അത് അതിൻ്റെ 2 ഡയറക്ഷനിലാണ് ഇതിൻ്റെ ഇതുള്ളത്. മെയിനായിട്ട് ബുക്കിംഗ് താങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 2 ഡയറക്ഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ടും. ഇത് ഇന്നലെ നമ്മൾ രാത്രി കണ്ട ഫുൾ ഓണായിട്ടുണ്ടായിരുന്ന ജലാനോലോ സ്ട്രീറ്റാണ്, ഫുഡ് സ്ട്രീറ്റാണ്. ഇപ്പോൾ കണ്ടോ ഒക്കെ ഭയങ്കര കാം ആൻഡ് ക്വൈറ്റ്. ഇനി വീണ്ടും ഈവനിങ് ഒരു 4:35 ആകുമ്പോഴേക്കും സ്ട്രീറ്റ് വീണ്ടും പഴയ രീതിയിലോട്ടാവും. അപ്പോഴേക്കും ഫുൾ ലൈറ്റും എല്ലാം ഓണാവും. അങ്ങനെ നമ്മൾ നടന്ന് സ്ട്രീറ്റിൽ കണ്ടോ, ഇത് ഇന്നലെയൊക്കെ നടന്ന ബുക്കിംഗ് താങ്ങിലോട്ട് നമ്മൾ നടന്ന സ്ട്രീറ്റ്. ഇന്നലെ ഫുള്ള് റഷും കുറേ ടൂറിസ്റ്റേഴ്സ് ആയിരുന്ന സ്ട്രീറ്റാണ്. ഇവിടെ കണ്ടോ കുറേ കറൻസി എക്സ്ചേഞ്ചിന് നമുക്ക് പോണ വഴി തന്നെ കാണാൻ പറ്റും. അപ്പം നമുക്ക് കറൻസി എക്സ്ചേഞ്ച് ഇവിടെ തന്നെ എക്സ്ചേഞ്ച് ചെയ്യാം. ഇന്നലെ രാത്രി ഫുൾ ഓണായിട്ടിരുന്ന സ്ട്രീറ്റ് ഇതേ ഇപ്പോൾ കണ്ടല്ലേ ഉറങ്ങിക്കൊണ്ടിരിക്കുക. ഇനി കുറച്ചുമ്പോഴേക്കും ഇത് ഓണാവും. അപ്പോൾ ഇന്ന് നമ്മൾ ഫസ്റ്റ് പോകുന്നത് മർദക്ക സ്ക്വയർ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് സ്ക്വയർ എന്ന് പറയും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ബുക്കിംഗ് താങ്ങിലെത്തി. ഇനി ഇവിടുന്ന് നമ്മൾ മെട്രോ എടുത്ത് പസാർസാനി മെട്രോ സ്റ്റേഷൻ ഉണ്ട്, അവിടെ പോകണം. ഈ മെട്രോ സ്റ്റേഷൻ ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ. കാരണം വെച്ചാൽ കുറേ ഫോട്ടോ ഫ്രെയിംസും അതിനും ഫോട്ടോ എടുക്കാൻ കുറേ ഏരിയയും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. അപ്പം നമ്മളും അവിടെ നടന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് വന്നപ്പോഴേക്കും നമ്മൾ മെട്രോ വന്നു. അങ്ങനെ പയ്യെ മെട്രോയിൽ കയറി. മെട്രോയിലൊന്നും വലിയ തിരക്കൊന്നും ഉണ്ടായില്ല. അപ്പോൾ സീറ്റും കിട്ടി പെട്ടെന്ന് ഇരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മൾ പസാർസാനി മെട്രോ സ്റ്റേഷനിലെത്തി. അപ്പോൾ മെട്രോയിലെ ആ ഒരു കോയിനാണ് നമുക്ക് ഇടാം. ആ കോയിൻ ഇൻസെർട്ട് ചെയ്തിട്ട് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റും. അങ്ങനെ പുറത്തിറങ്ങി നമ്മൾ ജസ്റ്റ് ഇവിടുന്ന് ഇറങ്ങി ഒരു 5-10 മിനിറ്റിൻ്റെ വാക്ക് പറയുന്നുണ്ട് നമ്മൾ ഈ മർദക്ക സ്ക്വയറിലോട്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ വഴി നടക്കേണ്ടത് കുറേ നല്ല ഫ്രെയിംസും നല്ല ബിൽഡിങ്സും കാണാം. അപ്പോൾ കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് കണ്ടോ, മലേഷ്യേൻ്റെ കൊടിയൊക്കെ നന്നായി പാറി നടക്കും, നല്ല കാറ്റുകൊണ്ട് ഒരു മഴക്കാറുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മർദക്ക സ്ക്വയർ എത്തി. ഈ കാരണമാണ് മർദക്ക സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇവരെ ഇൻഡിപെൻഡൻസ് സ്ക്വയർ എന്നാണ് പറയുന്നത്. ഇവരെ ഇൻഡിപെൻഡൻസ് റിലേറ്റഡ് ചെയ്ത കുറേ ഓർമ്മകളും ഉള്ളതൊക്കെ ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആയിട്ടാണ് ഇതുള്ളത്. അങ്ങനെ നമ്മളവിടെ നിന്ന് നടന്നു കുറേ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു. അത്യാവശ്യം ഇപ്പോഴേക്കും ഒരു ഉച്ച സമയമുണ്ട്. അത്യാവശ്യം നല്ല വെയിലും വന്നു തുടങ്ങിയായിരുന്നു. അങ്ങനെ അത്യാവശ്യം കുറേ ആൾക്കാരും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇവിടുന്ന് തൊട്ടപ്പുറത്ത് ടൂറിസ്റ്റ് ഇൻഫോർമേഷൻ കേന്ദ്രമുണ്ട്, അവിടെ കയറി കുറച്ച് ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്തു. ഇനി പോകാനുള്ള സ്ഥലങ്ങളും അതെങ്ങനെ ആക്സസ് ചെയ്യാന്നുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്തു. ഈ സ്ട്രീറ്റൊക്കെ കാണാൻ നല്ല ഭംഗിയാട്ടോ. ഈ മർദക്ക സ്ക്വയറിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മളെ സെൻട്രൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മാർക്കറ്റിൽ പോണ വഴി നമുക്ക് കുറേ അടിപൊളി വ്യൂകൾ കിട്ടും. അപ്പോൾ നമുക്ക് അവിടെയൊക്കെ നിന്നിട്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ ഇവിടെ ഞാൻ കണ്ടൊരു സാധനം, ഇവിടെ വണ്ടികളൊന്നും ഹോണടിക്കില്ല. അതും ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്താൽ പോളൂ. ഭയങ്കര രസമായിരുന്നു അത് കാണാൻ. പിന്നെ കുറേ സ്ഥലങ്ങളാണ് ഇങ്ങനെ നല്ല ബിൽ ബോർഡ്സും വോളാട്ടുകളൊക്കെ നമുക്ക് നല്ല രസമായിട്ട് കാണാമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പയ്യെ അങ്ങനെ നടന്ന് ഇനി സെൻട്രൽ മാർക്കറ്റിലോട്ട് എത്തി. പിന്നെ ഇവിടെ ഗൂഗിൾ മാപ്പ് ഉള്ളതുകൊണ്ട് ഗൂഗിൾ മാപ്പ് വിട്ടിട്ടായിരുന്നു ഞങ്ങൾ മെയിനായിട്ട് നടന്നിരുന്നത്. ആക്ച്വലി ഞങ്ങൾ സെൻട്രൽ മാർക്കറ്റിൻ്റെ ബാക്ക് സൈഡിൽ കൂടിയാണ് നടന്നു വന്നിരുന്നത്. അങ്ങനെ ഞങ്ങൾ നടന്ന് ഫ്രണ്ടിലോട്ട് എത്തി. ഫ്രണ്ടിൽ സെൻട്രൽ മാർക്കറ്റ് എന്ന് എഴുതിയിട്ട് അതിൻ്റെ ഡേറ്റ് എഴുതിയിട്ട് ഒരു വലിയ എൻട്രി ഉണ്ട്. ആ എൻട്രി കൂടെ കയറി കുറേ ലോട്ട്സ് ഓഫ് ഷോപ്പുകൾ നമുക്ക് കാണാമായിരുന്നു. കുറേ ടൈപ്പ് ഓഫ് ഷോപ്പുകൾ, പിന്നെ കുറേ നമുക്ക് സുവനീഴ്സിൻ്റെ, കുറേ ഗിഫ്റ്റുകളുടെ, കുറേ ഡ്രസ്സുകളുടെ, അങ്ങനെ കുറേ ഷോപ്സുകളുണ്ടായിരുന്നു. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ പോയതൊരു ഉച്ച ടൈം ആവാറായിരുന്നു. ഈ സമയത്ത് ഇപ്പോൾ കുറേ ക്രാഫ്റ്റ് ഷോപ്പുകളുണ്ടായിരുന്നു. പിന്നെ ഞാൻ കണ്ടതിൽ വെച്ച് പല ദിവസങ്ങൾ കണ്ടതിൽ വെച്ച് ഈ സുവനീഴ്സ് വാങ്ങിക്കാൻ ഏറ്റവും അടിപൊളി സെൻട്രൽ മാർക്കറ്റാണെന്ന് എനിക്ക് തോന്നിയത്. കാരണം വെച്ചാൽ ഇവിടെ ചിലപ്പോൾ നമുക്ക് 2 ഒരു 10 റിങ്കറ്റിന് കിട്ടും. ബാക്കി പലയിടത്തും 10 റിങ്കറ്റൊക്കെ ആയിരുന്നു ഒരു സിംഗിൾ പീസസിന്. പിന്നെ കുറേ ടൈപ്പ് ഓഫ് ഡ്രസ്സുകളുണ്ടായിരുന്നു. പിന്നെ ഡ്രസ്സുകളൊക്കെ അത്യാവശ്യം കോസ്റ്റ്ലി ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ ഡ്രസ്സുകളും കാര്യങ്ങളൊന്നും നോക്കിയില്ല. സെൻട്രൽ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ സുൽത്താൻ അബ്ദുൽ സമദ് മോസ്കിലോട്ട് നടന്നു. മോസ്കിൻ്റെ ടൈം നോക്കണം കേട്ടോ. കാരണം ഉച്ച സമയം വന്നു കഴിഞ്ഞാൽ ഇവിടെ നമസ്കാര സമയത്താണെങ്കിൽ ആൾക്കാരെ കയറ്റില്ല. പിന്നെ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുട്ടിന് താഴെയുള്ള ഡ്രസ്സുകളും അലൗഡല്ല, ഈവൻ ലേഡീസിനായാലും ജെൻസിനായാലും. അപ്പോൾ ഇവർ നമുക്കൊരു ഡ്രസ്സ് തരും. പിന്നെ ലേഡീസ് തലയും മുടിയും പുറത്ത് കാണിക്കാൻ പാടില്ല. അപ്പോൾ അവിടെ നിന്ന് തന്നെ അവർ ഡ്രസ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ കുറേ ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നല്ല വിശപ്പ് കാരണം നമ്മൾ നേരെ തൊട്ടടുത്തൊരു മെഗ്ഡി ഉണ്ടായിരുന്നു, അവിടെ കയറി ഫുഡ് കഴിക്കാമെന്ന് വെച്ചു.
എന്നിട്ട് ഫുഡിന് ശേഷമല്ല ബാക്കി ഇനി എന്തുള്ളൂ എന്ന് വിചാരിച്ചു. അങ്ങനെ ഫുഡ് കഴിച്ച് നമ്മൾ നേരെ പുറത്തിറങ്ങി. പുറത്തിറങ്ങിയിട്ട് നമ്മളിനി ചൈനീസ് മാർക്കറ്റ് അല്ലെങ്കിൽ പെത്തിങ് സ്ട്രീറ്റ് അങ്ങോട്ട് നടക്കാമെന്ന് വെച്ചു. ഇതെല്ലാം നിയർ ബൈ ആയിരുന്നു കേട്ടോ. ഒരു ഫ്യൂ കിലോമീറ്റേഴ്സ്, 1-2 കിലോമീറ്റേഴ്സിൻ്റെ ചുറ്റുവട്ടത്താണ് ഇതൊക്കെ നടക്കുന്നത്. അപ്പോൾ നമുക്ക് പെത്തലിംഗ് സ്ട്രീറ്റിലോട്ട് നമ്മളങ്ങനെ പയ്യെ നടന്നെത്തി. ഈ പെത്തലിംഗ് സ്ട്രീറ്റ് എന്താണെന്ന് വെച്ചാൽ ഫുൾ കോപ്പി സാധനങ്ങൾ, ബ്രാൻഡിൻ്റെ ഫുൾ കോപ്പി സാധനങ്ങളായിട്ടുള്ള പല സാധനങ്ങളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. റേറ്റ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം റേറ്റ് ഉണ്ട്. പിന്നെ ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ബെസ്റ്റ് റേറ്റിന് ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വരും. കുറേ ഷൂസും ബാഗുകളും പിന്നെ ഡ്രസ്സുകളും അങ്ങനത്തെ കുറേ എല്ലാം ബ്രാൻഡ് കോപ്പീസ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഞങ്ങൾ കുറേ നടന്നു. അത്യാവശ്യം ഇവിടെ ഇവിടെയും തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ സമയമായതുകൊണ്ട് തോന്നുന്നു വലിയൊരു റഷ്നെസ് അങ്ങനെയില്ല, ബട്ട് ഓക്കെ എന്നുള്ളൊരു മൂഡായിരുന്നു. അങ്ങനെ കുറേ പേര് നമ്മളെ വഴിയിൽ നിന്ന് മാടി വിളിക്കും, ഇതുണ്ട് ഇന്നതുണ്ട് എന്ന് പറഞ്ഞിട്ട്. പിന്നെ അപ്പോൾ ഇത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി. ഒരു ചേട്ടൻ അവിടെ ചെസ്നട്ടാണ് തോന്നുന്നു വറുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കണ്ടോ. ഇവിടെ കുറേ ഷൂസുകളുടെയൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി ഇനി ഒന്ന് റൂമിലോട്ട് വന്നു വെച്ചു. കാരണം വെച്ചാൽ റൂമിൽ നമ്മൾ ഓൾറെഡി എക്സോസ്റ്റഡ് ആയിരുന്നു. ഇനി റൂമിൽ പോയി ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ഞങ്ങൾ റോബിൻസൺ ഞങ്ങളെ അപ്പാർട്ട്മെൻറ്റിൽ എത്തിയൊന്ന് റെസ്റ്റ് എടുത്തിട്ട് ഇനി രാത്രി ഇറങ്ങാമെന്നുള്ളൊരു പ്ലാനിലായി. അങ്ങനെ ഒന്ന് റിഫ്രഷൊക്കെ ആയതിന് ശേഷം വീണ്ടും രാത്രി നമ്മൾ സ്ട്രീറ്റിലോട്ട് തന്നെ ഇറങ്ങി. ഇപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ബെർജയ ടൈംസ് സ്ക്വയർ എന്ന് പറഞ്ഞ വലിയൊരു മോളിലോട്ടാട്ടോ. ഇതൊരു പഴയ മോള്, അത്യാവശ്യം വലിയ പഴയ മോളെന്ന് പറയണം. കുറേ ഇതും ഷോപ്പിങ്ങിന് വേണ്ടിയുള്ള മോൾ തന്നെയാണ്. പക്ഷേ എനിക്ക് വലിയൊരു അഫോർഡബിൾ അല്ല, അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു. ഇവിടെ സാധനങ്ങൾക്കൊക്കെ അത്യാവശ്യം വലിയ കുറവൊന്നുമില്ല, നല്ല റേറ്റ് ഉണ്ടായിരുന്നു. എന്നാലും നമ്മൾ മൊത്തത്തിലൊന്ന് നടന്നു നോക്കി എന്തൊക്കെയുണ്ട് എങ്ങനെയൊക്കെയാണെന്ന്. വലിയ മോള് പറഞ്ഞാൽ വലിയ പഴയൊരു മോളാണ് കേട്ടോ ഇത്. കുറേ സെയിലുകളും അവിടെ ഇവിടെ നടക്കുന്നുണ്ട്, പക്ഷേ അഫോർഡബിളായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ഞങ്ങളും എന്തായാലും വന്നതല്ലേ എന്ന് വെച്ചാൽ ഞങ്ങളും കുറേ നടന്നു നോക്കി. അടുത്തൊരു ഭാഗ്യപരീക്ഷണമാണെന്ന് വെച്ചിട്ട് നമ്മളിത് ഈ ഗെയിം കളിക്കാൻ പ്ലാൻ ഇട്ടു. ഓക്കെ എന്തായാലും നോക്കാമല്ലോ എന്ന് വെച്ചാൽ കുറച്ച് പൈസ കളഞ്ഞല്ലാണ്ട് നമുക്കൊന്നും കിട്ടിയില്ല. എന്തായാലും ഒരു രസമായിരുന്നു. പക്ഷെ അത് കേട്ടോ അധികം വൈകാണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ റൂമിലോട്ട് നടന്നു. അപ്പോൾ പോണ വഴി സ്ട്രീറ്റിൽ നിന്ന് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. ഇന്ന് കുറേ നടന്നുകൊണ്ട് ഭയങ്കര ടയേർഡായിരുന്നു. പിന്നെ നല്ലൊരു ഉറക്കം ഉറങ്ങിയാലേ നാളത്തെ പ്ലാൻ അടിപൊളിയുള്ളൂ. അപ്പോൾ എന്നാൽ ശരി, ബൈ.